ഹലോ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് റിങ്സ് ആണ്. അപ്പോൾ അതിൽ വരുന്നൊരു തിയറമാണ് റൂൾസ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. ലെറ്റ് എ ബി സി ബിലോങ് ടു എ റിംഗ് ആർ, ദെൻ എ ഇൻറ്റു 0 ഈസ് ഈക്വൽ ടു 0 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ആദ്യം നമ്മൾ A0 ഈക്വൽ ടു 0 എന്ന് പ്രൂവ് ചെയ്യും, പിന്നെ 0A ഈക്വൽ ടു 0 എന്നും പ്രൂവ് ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് പ്രൂഫിലോട്ട് പോകാം. അപ്പോൾ ആർ എന്ന് പറയുന്ന റിംഗ് ആയതുകൊണ്ട് അതിന് എന്തുകൊണ്ട് അഡിറ്റീവ് ഐഡൻറ്റിറ്റി 0 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് 0 + 0 എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്, നമുക്കറിയാം. ഇനി നമുക്ക് ആദ്യം A0 ഈക്വൽ ടു 0 എന്നല്ലേ പ്രൂവ് ചെയ്യേണ്ട. അപ്പോൾ എ ലെഫ്റ്റ് വരാൻ വേണ്ടി രണ്ട് സൈഡിൽ ലെഫ്റ്റിൽ വെച്ച് എ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എ ഇൻറ്റു 0 + 0 ഈക്വൽ ടു A0 എന്ന് വന്നു. എന്നിട്ട് ലെഫ്റ്റിൽ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ A0 + A0 ഈക്വൽ ടു A0 എന്ന് വന്നു. എന്നിട്ട് നമ്മൾ ക്യാൻസലേഷൻ അപ്ലൈ ചെയ്യുമ്പം ആ A0 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ ബാക്കി എന്ത് വരും? A0 ഈക്വൽ ടു 0. സിമിലർലി നമുക്ക് 0A ഈക്വൽ ടു 0 എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. A ഇൻറ്റു മൈനസ് ബി ഈസ് ഈക്വൽ ടു, അടുത്ത പ്രോപ്പർട്ടിയാണ് A ഇൻറ്റു മൈനസ് ബി ഈസ് ഈക്വൽ ടു മൈനസ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി. അപ്പോൾ ആദ്യം നമുക്ക് അപ്പോൾ A ഇൻറ്റു മൈനസ് ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്ന് പ്രൂവ് ചെയ്യണം. പിന്നെ മൈനസ് എ ഇൻറ്റു ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്നും പ്രൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ A ഇൻറ്റു മൈനസ് ഓഫ് ബി പ്ലസ് ബി നമ്മൾ എടുക്കുകയാണ്. അപ്പം നമുക്കറിയാമല്ലോ -b+b എന്ന് പറയുന്നത് 0 ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു A ഇൻറ്റു 0 എന്ന് എഴുതാം. പിന്നെ ലെഫ്റ്റിൽ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ A ഇൻറ്റു മൈനസ് ബി പ്ലസ് എ ബി ഈസ് ഈക്വൽ ടു A ഇൻറ്റു 0 അങ്ങ് 0 ആയി പോയി. പിന്നെ വലതുവശത്ത് മൈനസ് ഓഫ് എ ബി വരാൻ വേണ്ടിയിട്ട് ആഡിങ് മൈനസ് ഓഫ് എ ബി ഓൺ ബോത്ത് സൈഡ്സ്. അപ്പോൾ എന്ത് സംഭവിക്കും? A ഇൻറ്റു മൈനസ് ബി പ്ലസ് എ ബി മൈനസ് ഓഫ് എ ബി ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്ന് വന്നു. ഇനി എ ബി പ്ലസ് മൈനസ് എ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? 0 ആണ് അല്ലേ. അപ്പോൾ A ഇൻറ്റു മൈനസ് എ ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് എ ബി എന്ന് വന്നു. സിമിലർലി നമുക്ക് എന്തും പ്രൂവ് ചെയ്യാം. മൈനസ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ബി എന്നും പ്രൂവ് ചെയ്യാൻ പറ്റും. ഇനി അടുത്തത് മൈനസ് എ ഇൻറ്റു മൈനസ് ബി ഈസ് ഈക്വൽ ടു എ ബി. അപ്പോൾ ഇത് പ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം LHS എടുത്തു. മൈനസ് എ ഇൻറ്റു മൈനസ് ബി വിച്ച് ഇസ് ഈക്വൽ ടു പ്രോപ്പർട്ടി 2 അപ്ലൈ ചെയ്തു. അപ്പോൾ മൈനസ് എ ഇൻറ്റു മൈനസ് ബി, അപ്പോൾ അവിടെ നമ്മൾ പ്രോപ്പർട്ടി 2 അപ്ലൈ ചെയ്യുമ്പോൾ പ്രോപ്പർട്ടി 2ൽ നമ്മൾ പഠിച്ചത് A ഇൻറ്റു മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ബി ആണെന്നാണ്. അപ്പോൾ ഇവിടെ എക്ക് വരെ മൈനസ് എ വന്നു എന്നേ ഉള്ളൂ. A ഇൻറ്റു മൈനസ് ബി എന്ന് പറയുന്നത് എന്താ? മൈനസ് ഓഫ് എ ബി ആണല്ലേ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മൈനസ് എ ഇൻറ്റു മൈനസ് ബി നമുക്ക് എങ്ങനെ എഴുതാം? മൈനസ് ഓഫ് മൈനസ് എ ഇൻറ്റു ബി. അതായത് എയുടെ സ്ഥാനത്ത് മൈനസ് എ വന്നു എന്നേ ഉള്ളൂ. അത് നമ്മൾ അതുപോലെ ഇട്ടു. ബാക്കി പ്രോപ്പർട്ടി 2 അങ്ങ് അപ്ലൈ ചെയ്തു. അപ്പോൾ അടുത്ത വീണ്ടും പ്രോപ്പർട്ടി 2 ആ ബ്രാക്കറ്റിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മൈനസ് എ ഇൻറ്റു ബി എന്ന് പറഞ്ഞാൽ മൈനസ് ഓഫ് എ ബി അല്ലേ, പ്രോപ്പർട്ടി 2ൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഡയറക്റ്റ് അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. മൈനസ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ബി. ഇനി ആ മൈനസും അങ്ങ് പ്ലസ് ആയിപ്പോയി. ബാക്കി ഇത് ഈക്വൽ ടു എ ബി. അതായിരുന്നല്ലോ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടുള്ളത്. ഓക്കെ, ഇനി അടുത്തത് A ഇൻറ്റു ബി മൈനസ് സി ഈസ് ഈക്വൽ ടു എ ബി മൈനസ് എ സി. ബി മൈനസ് സി ഇൻറ്റു എ ഈസ് ഈക്വൽ ടു ബി എ മൈനസ് എ. അപ്പോൾ A ഇൻറ്റു ബി മൈനസ് സി എടുത്തു, വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ആദ്യം നടുക്ക് പ്ലസ് വന്നായിരുന്നു എങ്കിൽ നമുക്ക് ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യാമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് A ഇൻറ്റു ബി പ്ലസ് മൈനസ് സി എന്ന് എഴുതി. കുഴപ്പമില്ലല്ലോ. ഇനി ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്യുമ്പം എന്ത് സംഭവിക്കും? എ ബി പ്ലസ് എ ഇൻറ്റു മൈനസ് സി എന്ന് വരും അല്ലേ. A ഇൻറ്റു ബി പ്ലസ് മൈനസ് സി എന്നല്ലേ. അവിടെ ലെഫ്റ്റ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തു. അപ്പോൾ എ ബി പ്ലസ് എ ഇൻറ്റു മൈനസ് സി എന്ന് വന്നു. ഇനി A ഇൻറ്റു മൈനസ് സി വീണ്ടും പ്രോപ്പർട്ടി 2 അപ്ലൈ ചെയ്യുന്നു. A ഇൻറ്റു മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ബി ആണ്. അപ്പോൾ അവിടെ A ഇൻറ്റു മൈനസ് സി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ സി. അപ്പോൾ എ ബി പ്ലസ് മൈനസ് ഓഫ് എ സി. ഇപ്പോൾ പ്ലസിന് മൈനസ് ആയി. അപ്പോൾ എ ബി മൈനസ് എ സി എന്ന് കിട്ടി. അപ്പോൾ ഫസ്റ്റ് സംഭവം കിട്ടിയിട്ടുണ്ട്. സിമിലർലി നമുക്ക് ബി മൈനസ് സി ഇൻറ്റു എ എന്ന് പറയുന്നത് ബി എ മൈനസ് സി എന്നും പ്രൂവ് ചെയ്യാം. ഫർദർമോർ ഇഫ് ആർ ഹാസ് എ യൂണിറ്റി എലമെൻറ്റ് 1, ദെൻ ഇനി പറയാൻ പോകുന്ന രണ്ട് പ്രോപ്പർട്ടീസ് ഹോൾഡ് ചെയ്യും. -1 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു മൈനസ് എ. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ LHS എടുത്തു. -1 ഇൻറ്റു എ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 1 ഇൻറ്റു എ. അതെങ്ങനെയാണ് വന്നത്? പ്രോപ്പർട്ടി 2ൽ നമ്മൾ പഠിച്ചു മൈനസ് എ ഇൻറ്റു ബി എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ബി ആണെന്ന്. ഇവിടെ എക്ക് പകരം 1ഉം ബിക്ക് പകരം എയും. അപ്പോൾ -1 ഇൻറ്റു എ എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് 1 ഇൻറ്റു എ. 1 ഇൻറ്റു എന്ന് വെച്ചാൽ എന്താണ്? എ തന്നെയല്ലേ, വിച്ച് ഇസ് ഈക്വൽ ടു മൈനസ് എ. അത് കിട്ടിയല്ലോ. ഇനി -1 ഇൻറ്റു -1 1 ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് -1 ഇൻറ്റു -1 എടുത്തു. പ്രോപ്പർട്ടി 3 പറയുന്നത് മൈനസ് എ ഇൻറ്റു മൈനസ് ബി എന്ന് പറയുന്നത് എ ബി ആണെന്നാണ്. അപ്പോൾ അതുവരെ ഇവിടെ എക്ക് വരെ 1ഉം ബിക്ക് വരെ 1ഉം വന്നേ ഉള്ളൂ. -1 ഇൻറ്റു -1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 ഇൻറ്റു 1 എന്ന് വെച്ചാൽ 1, അത്രയേ ഉള്ളൂ.
അപ്പോൾ അടുത്തൊരു തിയറമാണ് യുണീക്ക്നെസ് ഓഫ് യൂണിറ്റി ആൻഡ് ഇൻവേഴ്സസ്. If a ring has a unity, it is unique. If a ring element has a multiplicative inverse, അതും യുണീക്ക് ആണെന്ന് കാണിക്കണം. അപ്പോൾ പണ്ട് നമ്മൾ യുണീക്ക് ആണെന്ന് കാണിക്കാൻ എന്താ ചെയ്യുന്നത്? ആദ്യം രണ്ടെണ്ണം ഉണ്ടെന്ന് എടുത്തിട്ട് അത് രണ്ടും സെയിം ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി അല്ലേ? അപ്പം നമുക്ക് ആദ്യം യുണീക്ക് ആണെന്ന് കാണിക്കണം. അപ്പം ലെറ്റ് ആർ ബി എ റിംഗ്. അപ്പം അങ്ങനെയെങ്കിൽ അതിന് രണ്ട് യൂണിറ്റീസ് ഉണ്ടെന്ന് എടുക്കുന്നു, ഇയും ഇ ഡാഷും. സിൻസ് ഇ ഡാഷ് ഇസ് എ യൂണിറ്റി ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയും? ഇ ഡാഷ് ഇൻറ്റു ഏത് എലമെൻറ്റ് ചെയ്താലും ആ എലമെൻറ്റ് തന്നെ കിട്ടും. അപ്പോൾ ഇ ഡാഷ് ഇൻറ്റു ഇ ചെയ്താൽ ഇ തന്നെ കിട്ടും. ഇനി സിൻസ് ഇ ഇസ് എ യൂണിറ്റി നമുക്ക് എന്ത് പറയാം? ഇ ഇൻറ്റു ഏത് എലമെൻറ്റ് ചെയ്താലും ആ എലമെൻറ്റ് തന്നെ കിട്ടും. അപ്പോൾ എ ഇൻറ്റു ഇ ഡാഷ് എന്ന് പറയുന്നത് ഇ ഡാഷ് ആയിരിക്കും. അപ്പോൾ നോക്കി KLSS രണ്ടും സെയിം ആണല്ലേ? അപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. ഇ ഈക്വൽ ടു ഇ ഇൻറ്റു ഇ ഡാഷ് ഇസ് ഈക്വൽ ടു ഇ ഡാഷ്. പിന്നെ അതൊന്നും നമുക്ക് എന്താ കിട്ടിയത്? ഇ ഈക്വൽ ടു ഇ ഡാഷ് എന്ന് കിട്ടി, എല്ലാം സെയിം ആണെന്ന് കിട്ടി. ദാറ്റ് ഇസ് ഇ ഈക്വൽ ടു ഇ ഡാഷ്. അതായത് രണ്ട് യൂണിറ്റി ഉണ്ടെന്ന് എടുത്തു, അത് രണ്ടും സെയിം ആണെന്ന് കിട്ടിയതുകൊണ്ട് അത് യൂണീക്കാണ്. ഇനി ഇൻവേഴ്സ് യൂണീക്ക് ആണെന്ന് കാണിക്കണം. അപ്പം ലെറ്റ് എ ബി എ നോൺ സീറോ എലമെൻറ്റ് ഇൻ ആർ. അങ്ങനെയെങ്കിൽ ആ എക്ക് എന്തുണ്ട്? രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എടുക്കുന്നത്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇൻവേഴ്സ് യുണീക്ക് ആണെന്നാണ്. അപ്പോൾ അതിന് രണ്ടെണ്ണം ഉണ്ടെന്ന് എടുക്കുന്നു, എന്നിട്ട് ലാസ്റ്റ് രണ്ട് സെയിം ആണെന്ന് കാണിക്കുന്നു. എ ഹാസ് ടു ഇൻവേഴ്സ് ബി ആൻഡ് സി. അപ്പോൾ ബി എയുടെ ഇൻവേഴ്സ് ആണെങ്കിൽ നമുക്ക് എ ഇൻറ്റു ബി ഇസ് ഈക്വൽ ടു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ 1 ആയിരിക്കും. ഇനി സിൻസ് സി ഇസ് ദ ഇൻവേഴ്സ് ഓഫ് എ, നമുക്ക് എന്ത് പറയാം? എ ഇൻറ്റു സി എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി ആയ 1 ആയിരിക്കും. അപ്പോൾ എല്ലാം 1 ഈക്വൽ അല്ലേ? ഇപ്പോൾ നമുക്ക് എല്ലാം കൂടി ഇക്വേറ്റ് ചെയ്യാമല്ലോ. അപ്പോൾ എ ബി ഈക്വൽ ടു എ സി ഈക്വൽ ടു 1. അതായത് എ ബി ഈക്വൽ ടു എ സി. എ സിനെ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോകുമ്പം എ ബി മൈനസ് എ സി ഇസ് ഈക്വൽ ടു 0. എ കോമൺ എടുക്കുമ്പോൾ എ ഇൻറ്റു ബി മൈനസ് സി ഇസ് ഈക്വൽ ടു 0. എ നോൺ സീറോ ആണ്, കാരണം നമ്മൾ തുടക്കത്തിൽ അങ്ങനെയല്ലായിരുന്നു എടുത്തത്. എ എന്ന് പറയുന്നത് നോൺ സീറോ എലമെൻ്റ് ആണെന്ന്. അപ്പോൾ എ ഒരിക്കലും 0 ആവത്തില്ല. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ബി മൈനസ് സി ആണ് 0. ബി മൈനസ് സി ഈക്വൽ ടു 0 ആണെങ്കിൽ ബി ഈക്വൽ ടു സി എന്ന് എഴുതിക്കൂടെ? അതായത് ആദ്യം രണ്ട് ഇൻവേഴ്സ് ഉണ്ടെന്ന് എടുത്തു, ലാസ്റ്റ് രണ്ട് സെയിം ആണെന്ന് കിട്ടി. അപ്പോൾ ഇൻവേഴ്സും എന്താണ്? യുണീക്കാണ്.